പാങ്ങോട് പഞ്ചായത്തിൽ നെല്ലിക്കുന്നിലെ 22 ഏക്കർ വിസ്തൃതിയുള്ള ഈ സ്ഥലം വനം വകുപ്പിന് കീഴിലാണ്. ചെങ്കര സമരക്കാർക്ക് വിതരണം നടത്താൻ കഴിഞ്ഞ UDF സർക്കാർ തീരുമാനിച്ചിരുന്നെങ്കിലും വനഭൂമിയായതിനാൽ നടന്നില്ല. തുടർന്നാണ് ഈ സ്ഥലത്ത് റീപ്ലാന്റിംഗ് നടത്താൻ വനം വകുപ്പ് തീരുമാനിച്ചത്. നേരത്തെ ഉണ്ടായിരുന്ന മാഞ്ചിയം തന്നെയാണ് വീണ്ടും നടുന്നത്. എന്താണ് പ്ലാൻ ചെയ്യുന്നത് അറിയാവോ? അവിടെ ഉണ്ടായിരുന്നത് തന്നെ വീണ്ടും പ്ലാൻ ചെയ്യും. മാഞ്ചിയം തന്നെ അല്ലേ? അങ്ങനെയാണ് നമുക്ക് അപ്രൂവ്ഡ് പ്ലാൻ ഉള്ളത്. വനവൽക്കരണത്തിന് നാടൻ വൃക്ഷ ഇനങ്ങളെ ആശ്രയിക്കണമെന്ന സുപ്രീം കോടതിയുടെ നിർദ്ദേശത്തിന് വിരുദ്ധമാണ് വനം വകുപ്പിന്റെ നടപടി. ജലലഭ്യത കുറയുന്നതും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളും മുൻനിർത്തി നാട്ടുകാർ എതിർപ്പുമായി രംഗത്തുണ്ട്. സ്കൂള് തൊട്ടടുത്താണ്. ഇതിന്റെ പൗഡർ ശ്വസിച്ചത് കൊണ്ട് തന്നെ ശ്വാസം മുട്ടിന്റെ അസുഖങ്ങൾ വർദ്ധിച്ചു വരികയാണ് ഓരോ വർഷം കഴിയുന്തോറും. മാഞ്ചിയം പ്ലാന്റേഷനെതിരാണ് പഞ്ചായത്ത് അധികൃതരും. ഏറ്റവും കൂടുതൽ ജനങ്ങൾ വെള്ളത്തിന് വേണ്ടി നെട്ടോട്ടം ഓടുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഇത് മുറിച്ച് മാറ്റിയതിന് ശേഷം ഇനി അത് വയ്ക്കരുതെന്ന് തന്നെയാണ് പഞ്ചായത്തിൻ്റെ തീരുമാനം. അതിനുവേണ്ടി നമ്മൾ പ്രമേയം പാസ്സാക്കി കൊടുത്തിട്ടുണ്ട്. നമ്മൾ MLAക്ക്, വനം വകുപ്പ് മന്ത്രിക്കും DFOയ്ക്കും റെസൊല്യൂഷൻ കൊടുത്തിരുന്നു. റീപ്ലാന്റിങ്ങിന് കുഴിയെടുപ്പ് പുരോഗമിക്കുകയാണ്. നടപടിയിൽ നിന്ന് വനം വകുപ്പ് പിന്മാറിയില്ലെങ്കിൽ പ്രക്ഷോഭത്തിലേക്ക് പോകാനാണ് പഞ്ചായത്തിന്റെയും നാട്ടുകാരുടെയും തീരുമാനം. നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ വരൾച്ചയാണ് സംസ്ഥാനം നേരിടുന്നത്. ഈ സമയത്തും വനവൽക്കരണത്തിന് മാഞ്ചിയ മരങ്ങളെ ആശ്രയിക്കുന്ന വനം വകുപ്പിന്റെ നടപടിയെ എങ്ങനെ കാണണം? ക്യാമറ പേഴ്സൺ അനിരുദ്ധൻ വെള്ളൂരിനൊപ്പം മുഹമ്മദ് അസ്ലം, മീഡിയ 1, തിരുവനന്തപുരം.